എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ്. നമ്മൾ സാധാരണ ചെയ്തിട്ടെടുക്കുന്ന ഒരു ചിക്കൻ കട്ട്ലേറ്റിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പുറമെ പൊട്ടിയൊന്നും പോകാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ ഈ ഒരു ചിക്കൻ കട്ട്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു 450 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കന്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ചതിന് ശേഷം അവർ എല്ലെല്ലാം തന്നെ കളഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പം ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ ഇതിലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലൊരു ചിക്കൻ സ്റ്റോക്കാണ്, മാഗി ക്യൂബ്. ഇതുപോലൊരു പാക്കറ്റിൽ 2 എണ്ണം കാണുമല്ലോ, അതിൽ ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ചിക്കൻ വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ചിക്കന്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു രീതിക്ക് വേവിച്ചിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ നല്ല ഉപ്പുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് കുറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ ഉപ്പുള്ള ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ അളവ് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രമേ പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകട്ടോ. അങ്ങനെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് കുറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേക്കാം. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ. ചിക്കനകത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഇനി ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ ഇതുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനകത്തുനിന്ന് തന്നെ അത്യാവശ്യം ഒന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് വറ്റിച്ചിട്ടെടുക്കുക. അപ്പൊ ഇതാണ്ട് ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിന്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചിക്കന്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞു വന്നതിന് ശേഷം ഇതുപോലെ മിക്സിയിലേക്ക് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ചിക്കനൊക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടിയാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അരിഞ്ഞു പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി. അപ്പൊ ഒരു മുഴുവൻ ചിക്കനും ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്ന രീതിയിൽ ഇതുപോലെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഒരു സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നിലക്കി കൊടുക്കുക. അത്യാവശ്യം നമുക്ക് ഈ ഒരു സവാള ഒന്ന് വാടി കിട്ടണം. അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി. ചെറിയതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിൽ തന്നെ വേണം സവാളയും കിടക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് വഴണ്ടി പോയിട്ടുണ്ടെങ്കിൽ അത്രയൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ പച്ചമുളകും കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കട്ട്ലേറ്റിന് ഒരു റെഡ് കളറിലുള്ള ഒരു മസാലയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു മുളകിന്റെ എണ്ണം കുറച്ചാലും മതി. അപ്പൊ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ കാര്യം പച്ച ചെവിയെന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇപ്പം നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാന്നാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു റെഡ് കളറിലുള്ള ഒരു മസാലയാണ് വേണ്ടെങ്കിൽ
ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകിന്റെ അളവ് കുറച്ചാൽ മതി. അപ്പം ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരുന്ന ഒരു ചിക്കനാണ്. അപ്പൊ ചിക്കൻ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു ചിക്കനിൽ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പൊ ഒരു 3-4 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 450 ഗ്രാം അളവിൽ തന്നെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിപ്പോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ പുഴുങ്ങി എടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഉടച്ചിട്ടെടുക്കണം. എന്നാൽ ഓവറായിട്ട് അങ്ങ് വെന്ത് പോകരുത് കേട്ടോ. ഒരുപാട് അതങ്ങ് ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരലുത്ത ഒരു കണക്കായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു കട്ട്ലേറ്റിന്റെ ഒരു മിക്സും ഒരുപാട് ലൂസായി പോകും. അപ്പൊ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒരുപാട് അങ്ങ് കൂടി പോകരുത്. ഇതിൽ കുറച്ചൊരു എരിവിന്റെ ഒരു കുറവുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പിന്റെയും. ഇതിലേക്ക് ഞാനിപ്പോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിനുള്ള എരിവിനായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇനി എരിവ് വേണോ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലിപ്പോ ഒരു എരിവ് ഉപ്പും എല്ലാം കറക്റ്റ് ആയിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് അടച്ചു വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതിൽ തുറന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒരു ചൂട് കളഞ്ഞിട്ട് എടുക്കുക. അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ആവി തട്ടി വെള്ളം ഇറങ്ങി ചിലപ്പോൾ ഇതൊന്നും കൂടി ലൂസ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിത് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു ഷേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ബ്രെഡ് നമ്മൾ പൊടിച്ചിട്ടാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതിപ്പോ കണ്ടില്ലേ കറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാനുള്ള ഒരു കട്ടിക്കായിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിൽ നിന്ന് ഇതുപോലെ കുറച്ച് കൈ കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാനാണ്. റൗണ്ട് ആക്കിയോ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലോ സ്ക്വയർ ആക്കിയൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാനാണ്. ഞാനിപ്പോ ഇതിവിടെ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി ചെറിയതാക്കിയിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടല്ലോ ഇതുപോലെ എല്ലാം തന്നെ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൂറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാണ് കേട്ടോ. കോൺഫ്ലോർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പുറമെ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പുറമെ ചിലപ്പോൾ പെട്ടെന്നൊക്കെ പൊട്ടി അങ്ങ് വരും. അപ്പൊ ഇതുപോലെ നമ്മൾ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പുറമെ പൊട്ടി വരുന്നതിന് മറ്റൊരു കാരണം ഒരുപാട് അങ്ങ് ചൂട് കൂടി പോയാലും അതുപോലെ തന്നെ തീരെ അങ്ങ് ചൂട് കുറഞ്ഞ് ഒരുപാട് സമയം കട്ട്ലേറ്റ് എണ്ണയിൽ കിടക്കുമ്പോഴും അവർ പുറമെ പൊട്ടി വരും. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വിസ്കോ ഫോർക്കോ ഒക്കെ വെച്ചിട്ടൊന്ന് അടിച്ചിട്ടെടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആണ്. റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബ്രെഡ് പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണെങ്കിലും മതി കേട്ടോ. ഇനി നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം മുട്ടയുടെ ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ എല്ലാ സൈഡിലും ഒരു ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പൊ ഇതുണ്ടല്ലോ എല്ലാം തന്നെ ആദ്യം ഒരു മുട്ടയിലും മുക്കി നന്നായിട്ട് ഒരു ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഇതിലൊരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ട്ലേറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പൊട്ടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ച് കൊടുക്കാനും പാടില്ല, ഒരുപാട് തീ കുറയ്ക്കാനും പാടില്ല. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓയിലിനകത്തുനിന്ന് എടുക്കാനാണ്. അപ്പൊ ഇത് കണ്ടില്ല ഇതുപോലെ നല്ലൊരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുറമേ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇത് കണ്ടില്ല ഈ ഒരു കട്ട്ലേറ്റ് എല്ലാം തന്നെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പൊ കട്ട്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് കൊണ്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. ഇതുപോലെ നല്ല ചൂട് ചായയുടെ ഒപ്പം ടൊമാറ്റോ കച്ചപ്പൊക്കെ മുക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. വന്ന ഉടനെ കുറച്ചു നേരം ഞാൻ കുഞ്ഞുനെ കളിപ്പിച്ചു. ഇനി കുറച്ച് സ്ട്രെസ് റിലീഫ് ഒക്കെ ആവാം.